ഇന്ത്യയിലെ മറ്റേത് ഇൻഡസ്ട്രിയിലെയും മുൻനിര നടന്മാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സീനിയർ നടന്മാരെ, ഇവരെ സത്യത്തിൽ വെല്ലുവിളിക്കുകയാണ് കേട്ടോ മമ്മൂക്ക. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഇത് തന്നെയായിരിക്കും. എങ്ങനെയാണ് ഈ മനുഷ്യന് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ബാക്കി തെലുങ്ക് ആണെന്നുണ്ടെങ്കിലും ബോളിവുഡ് ആണെന്നുണ്ടെങ്കിലും ഏത് ഇൻഡസ്ട്രിയിലെയും തമിഴിലടക്കം ഇൻഡസ്ട്രിയിലുള്ള മുൻനിര സീനിയർ നടന്മാരെ വെല്ലുവിളിക്കുകയാണ് മമ്മൂക്ക കളങ്കാവലിലെ ഈ ഒരു കഥാപാത്രത്തിലൂടെ എന്നുള്ളത് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്ത് PhDയും കഴിഞ്ഞ് പോസ്റ്റ് ഡോക്കും കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അയാൾക്കിനി വേറൊന്നും ചെയ്യാനില്ല. അയാൾക്കിനി എന്താ പറയുക, സ്വന്തം ഒരു ഇതിന് വേണ്ടിയിട്ടൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും പുള്ളിക്ക് ചെയ്യാനില്ല. ഇനി കിട്ടുന്ന കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ പറയുമല്ലോ, കഥാപാത്രമായിട്ട് ജീവിച്ച് മരിക്കാന്ന്. ഇതുപോലത്തെ ഒരു മനുഷ്യൻ സത്യത്തിൽ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങേരും ഒരു സൈക്കോ ആണ്. അതായത് പല തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക, അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അങ്ങനത്തെ കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അതായത് ഈ ഒരു പടം കാണുന്ന സമയത്തെ നമ്മളെ പ്രത്യേകിച്ച് എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്കിതിനകത്ത് ഫീൽ ചെയ്യില്ല ബേസിക്കലി. പക്ഷേ അത് ഈ സിനിമയുടെ നെഗറ്റീവും അല്ല. ഇതാണ് ഈ ഒരു സിനിമയുടെ അവസ്ഥ. വളരെ ക്ലീനായിട്ട് നമ്മളിങ്ങനെ പറയുമല്ലോ, ഒരു വൃത്തിയുള്ള ഒരു സിനിമ നമുക്ക് തോന്നിപ്പോവും. ജിതിൻ മാൻ, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ ഇങ്ങനൊരു പടം എടുത്ത് വെച്ചത്. അതായത് നമ്മളെ കുറേ അൺട്രാപ്പ് ചെയ്ത് എക്സൈറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് കുറേ സസ്പെൻസുള്ള കുറേ മുഹൂർത്തങ്ങളൊക്കെ ഇട്ട് തന്ന്, അല്ലെങ്കിൽ ജംസ്കെയർ ഒക്കെ ഇട്ട് തന്ന്, അങ്ങനെ ഒരു സിനിമയുടെ ഒരു സിനിമാറ്റിക് സാധനങ്ങളുണ്ടല്ലോ, അതായത് സിനിമയുടെ ഒരു സിനിമാറ്റിക് ഗിമ്മിക്സുകൾ ഉണ്ടല്ലോ, ഇതൊന്നുമില്ലാണ്ട് ക്ലീൻ ആയിട്ടൊരു പടം, വളരെ ക്ലീൻ ആയിട്ടൊരു സിനിമ എടുത്ത് വെച്ചേക്കാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിനകത്ത് ഷോട്ട് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ഷോട്ടുകൾ മാറിപ്പോകുന്നതോ അല്ലെങ്കിൽ സീനുകൾ മാറിപ്പോകുന്നൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ ഒരു സിനാരിയോ, നമ്മൾ ഈ ബാബു രാമചന്ദ്രൻ്റെ ഒക്കെ വീഡിയോ കാണുമല്ലോ, അതായത് പുള്ളി നരേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ നരേഷന് ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു സിനിമ എന്ന് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയണം. നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്, ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം നമുക്കറിയാം. നമുക്ക് A to Z കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ അറിയാം നമുക്ക്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പടം കാണുന്നത്. പക്ഷേ ഇതെല്ലാം നമുക്ക് അറിയും എന്നുള്ളത് ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് വരത്തേയില്ല. അങ്ങനെയാണ് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ക്ലീൻ സിനിമ എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന വിനായകനും അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. പുള്ളിയുടെ ഇതിന് മുന്നേ വന്നിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളി അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര ലൗഡായിട്ടാണെന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ജയിലർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വർമ്മൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അല്ലേ. ഭയങ്കര ഒരു റെസ്ലെസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മനുഷ്യനാണ് അതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ സിനിമയുടെ ഇന്റർവ്യൂസിനകത്ത് വിനായകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 2 കൈയും കാലും കെട്ടിയിട്ട് പിടിച്ചു വെച്ച് അഭിനയിപ്പിച്ചേക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. സത്യമാണത്, ക്ലീൻ ആണത് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് വിനായകനെ എങ്ങനെ ഓവറായിട്ട് പറത്തി വിടാണ്ട് വിനായകൻ ഒരു സ്ഥലത്തങ്ങ് പിടിച്ചു വെച്ചേക്കുവാണ് ആ ഒരു കഥാപാത്രത്തിനെ. എന്നിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമയുടെ ക്ലൈമാക്സ് വരെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് പുള്ളി എന്നുള്ളതാണ്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ദ്വന്ദ്ം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ദ്വന്ദ്ം അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ ആ ഒരു ഇംബാലൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ആ ഇംബാലൻസ് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. അതായത് സൈനൈഡ് മോഹനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഇതിനകത്ത് കഥാപാത്രത്തിന്റെ പേര് വേറെ, സ്റ്റാൻലി എന്നാണ് ഇതിനകത്തുള്ള കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ സ്റ്റാൻലി ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിൽക്കണം നത്ത് എന്ന് പറയുന്ന കഥാപാത്രം. ഓ മാൻ, അതായത് പുള്ളി ഈ സിനിമേനെ എടുത്തോണ്ട് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചു വെച്ച് ഒരു പ്രത്യേക ക്യാരക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ക്യാരക്ടർ. അതായത് മമ്മൂക്ക ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രത്തിനേക്കാൾ എനിക്ക് ഒരു പൊടിക്ക് ഇഷ്ടപ്പെട്ടത് സത്യത്തിൽ വിനായകൻ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. കാരണം ആ രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പുള്ളി ഇതിന് മുന്നേ ചെയ്തേക്കുന്നതെല്ലാം ലൗഡ് കഥാപാത്രങ്ങളാണ്, നമുക്ക് വിനായകനെ കാണാം. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ് സത്യത്തിൽ വിനായകൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ക്ലീനാണ്, നമുക്ക് കുറേ അൺട്രാപ്പിംഗ് മുഹൂർത്തങ്ങളൊന്നുമില്ല.
പക്ഷേ നമ്മളെന്നാലും ഈ പടം ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കാണും. നമുക്ക് എന്താ പറയുക, നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധനം നമുക്ക് നമ്മുടെ കൺമുന്നിൽ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. അതാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു ഹൈ ആണ് സത്യത്തിൽ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ബാബു രാമചന്ദ്രൻ്റെ ഒക്കെ നരേഷൻ, സൈനൈഡ് മോഹനനെ കുറിച്ചുള്ള നരേഷൻ കേട്ടിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാതെ, നമ്മൾ കണ്ണിന് കിട്ടാത്തൊരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ കണ്ണിന് കിട്ടാത്ത ട്രീറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ കണ്ണുകൾക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. അതാണ് ഈ സിനിമയ്ക്കകത്ത് സംഭവിക്കുന്നതും അതാണ് ഈ ഒരു സിനിമയുടെ മാജിക്കും. അതിലോട്ട് സിനിമയുടെ ഒരു തരത്തിലുള്ള ഹൈപ്പർ സാധനങ്ങളും ഇല്ലാണ്ട്, സിനിമയുടെ ഒരു തരത്തിലുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ക്ലീൻ ആയിട്ട് വൃത്തിക്ക് ഒരു സാധനം നമ്മുടെ മുന്നിലോട്ട് അങ്ങ് വെച്ച് തരിക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് കുറെ ആക്ച്വൽ റിയാലിറ്റിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സിനിമക്കകത്ത് വരുന്ന കാര്യങ്ങളും തമ്മിലുള്ള ചില മിസ്മാച്ചുകൾ ഉണ്ട്. ഒബ്വിയസ്ലി അതുണ്ടാവും. കാരണം ഇതൊരു ബയോപിക് അല്ല ബേസിക്കലി, അല്ലെങ്കിൽ ഒരു ട്രൂ ഇവന്റിനെ ആസച്ച് എടുത്ത് വെച്ച് തരുന്ന ഒരു ഡോക്യുമെന്ററിയും അല്ല. ഇത് ഇത്തരത്തിലുള്ള ഇവന്റുകളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട്, അത്തരം ക്യാരക്ടേഴ്സ് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു 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 സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളതല്ലാണ്ട് ബാക്കിയെല്ലാം ആ സിനിമ എഴുതിയിട്ടുള്ള ആളുടെ ക്രിയേറ്റിവിറ്റിയും അയാളുടെ ഇമാജിനേഷനുമാണ് ഈ ഒരു സിനിമ. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം, ആ സ്പേസ് തന്നെ നമ്മൾ ഈ പടത്തിന് കൊടുക്കണം. അതല്ലാണ്ട് യഥാർത്ഥത്തിൽ സൈനോഡ് മോഹന് സംഭവിച്ച കാര്യങ്ങളുമായിട്ട് നമ്മൾ ഈ സിനിമ കാണാൻ പോയാൽ അതങ്ങനെയല്ലല്ലോ സംഭവിച്ചത്, ഇങ്ങനെയാണല്ലോ എന്നുള്ള തോന്നല് നമുക്ക് സത്യത്തിൽ ഈ സിനിമ കാണുമ്പോൾ വരും. അത് മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ പോകാൻ എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ നൻപകൽ നേരത്തെ മയക്കം പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേ വന്ന് പുതിയൊരു മമ്മൂക്ക. റോഷാക്ക് വന്ന സമയത്തും പറഞ്ഞു ഇതേ വന്ന് പുതിയൊരു മമ്മൂക്ക. ഭ്രമയുഗം വന്നപ്പോഴും പറഞ്ഞു ഇതേ വന്നു പുതിയൊരു മമ്മൂക്ക. ഇങ്ങനെ ഓരോ സിനിമയിലും ഇതുവരെ കാണാത്ത മമ്മൂക്ക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സത്യത്തിൽ ഇനിയുള്ള മമ്മൂക്കയുടെ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ടൈറ്റിൽ കൊടുത്താൽ നന്നായിരിക്കും, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നടൻ അല്ലെങ്കിൽ പുതിയ നായകൻ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെയുണ്ട് സത്യത്തിൽ. കാരണം ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമക്കകത്ത് എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താണെന്നറിയോ, അതായത് ഇൻറ്റിമേറ്റ് സീനുകൾ കാണിക്കുന്ന സമയത്ത്, അതായത് സെക്ഷൽ റിലേഷൻഷിപ്പ് സിനിമയിൽ കാണിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ടോപ്ലെസ് ആയിട്ട് നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ ടോപ്ലെസ് ആയിട്ട് പുതപ്പ് കൊണ്ട് മറച്ച് പിടിച്ചിട്ട് നമ്മൾ അവിടെ കിടക്കണം എന്നുള്ളതില്ല. നമുക്ക് ഈ സീന് ഈ ഒരു വിഷ്വൽ കാണുന്ന ഒരാൾക്ക് അവിടെ അവർ തമ്മിൽ ശാരീരികമായിട്ടുള്ള റിലേഷൻഷിപ്പിലായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആ റിലേഷൻഷിപ്പ് കാണണമെന്നില്ല, നമ്മൾ പോൺ മൂവി ഒന്നുമല്ലല്ലോ കാണുന്നത്. ആ ഒരു സാധനത്തിന് ഈ സിനിമ വളരെ വൃത്തിക്ക് ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സൈനൈഡ് മോഹൻ്റെ കഥ നമുക്കറിയാലോ. അതായത് ഇയാള് ട്രാപ്പിലാക്കുന്ന സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കുകയും ലൈംഗിക ബന്ധം സ്ഥാപിച്ചതിന് ശേഷം കുട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉളിക എന്നും പറഞ്ഞിട്ട് ടാബ്ലറ്റ് എന്നും പറഞ്ഞിട്ടാണ് ഈ സൈനൈഡിൽ മുക്കിയിട്ടുള്ള ടാബ്ലറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന് മുന്നേ അയാൾ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, അത് ഈ സിനിമക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ബിരിയാണിയിലൊക്കെ കാണിച്ച പോലെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിലല്ല കാണിച്ചേക്കുന്നത്. പക്ഷെ അത് ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ നമുക്ക് അതിലൊരു അരോചകോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും തോന്നത്തുമില്ല. അപ്പൊ അത്തരം ഏരിയകളൊക്കെ ഈ സിനിമ വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു അത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണം ഇതിനെ പറയാൻ. അതായത് സിനിമയുടെ ഗിമ്മിക്സ് ഇല്ലാതെ ക്ലീൻ ആയിട്ടൊരു പടം ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് വന്നപ്പോഴും മമ്മൂക്ക ചെയ്തേക്കുന്നത് എന്താണ്, ഒരു ഗേ ക്യാരക്ടറിനാണ് അല്ലെ. അപ്പൊ അവിടെ ഒരിക്കലും ഒരു ഗേ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആവുന്നത് ഇതിനകത്ത് കാണിക്കുന്നില്ല, ഇന്റിമേറ്റ് സീനുകൾ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ നമുക്ക് ആ സിനിമ മനസ്സിലായി, ആ സിനിമ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മനസ്സിലായി. സെയിം സാധനം തന്നെയാണ് ഈ ഒരു സിനിമക്കകത്ത് വരുന്ന സമയത്തും എന്നുള്ളതാണ്. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള, നമുക്ക് അറിയാവുന്ന, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറയാൻ പറ്റില്ല, റിയൽ ലൈഫ് സാധനത്തിനെ സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു റൈറ്ററുടെ ഇമാജിനേഷനും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കിടിലൻ, ഒരു ക്ലീൻ സിനിമയാണ് നമ്മുടെ കളങ്കാവൽ എന്ന് പറയുന്നത്.